നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമുക്ക് ശരവണഭവൻ റെസ്റ്റോറൻറ്റിലെ അതേ ടേസ്റ്റിലുള്ള കോവയ്ക്ക തോരൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായി ആദ്യം നമുക്ക് 1/4 കിലോളം വരുന്ന കോവയ്ക്ക ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു ചീനച്ചട്ടിയിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നൊന്ന് ചൂടായതിന് ശേഷം ഇതിനകത്തേക്ക് 2 വറ്റൽമുളകൊന്ന് കീറിയിട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 5 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് 2-3 പച്ചമുളകൊന്ന് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇത് അരിഞ്ഞു വന്നപ്പോൾ ഏതാണ്ട് 2 കപ്പ് കോവയ്ക്ക ഉണ്ടായിരുന്നു. അത് മൊത്തം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണേന്. എന്നിട്ട് നന്നായിട്ട് 5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏതാണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ ഉപ്പ് ചേർക്കേണ്ടതില്ല. ഉപ്പ് ചേർക്കുമ്പം കുറച്ചും കൂടെ വെള്ളമയമായിട്ട് ഇതൊന്ന് മുരിഞ്ഞ് കിട്ടാൻ കുറച്ച് വൈകും. അപ്പോൾ ഏതാണ്ട് 5-6 മിനിറ്റ് വഴറ്റിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഏതാണ്ട് അടുപ്പിച്ച് ഇളക്കി കൊടുക്കണം. കാരണം ഫ്ലെയിം കൂട്ടി വെച്ചേക്കണ കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതാണ്ട് അടുപ്പിച്ച് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഒരുവിധം വെന്ത് ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഏതാണ്ട് 20-25 മിനിറ്റൊക്കെ ഇത് വേവിച്ചിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കോവയ്ക്ക് നന്നായിട്ട് വഴറ്റി ഏതാണ്ട് പാകമായതിന് ശേഷം നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത്, നല്ല ഫ്രഷ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലോ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഏതാണ്ട് 5 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അവസാനം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി കോവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്